ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ട് കേട്ടൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? അപ്പോൾ ഞാൻ അക്കുനും അമ്മുനും കുറേ അനാറുണ്ടായിരുന്നു, അതായത് പോമോയെ അങ്ങനെ ഒലിച്ചു കൊണ്ടുവന്ന് കടയിൽ കൊണ്ട് കൊടുത്തു. അവരവിടെ നിന്ന് കഴിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ്. വീഡിയോ എടുക്കാനൊന്നും ഇന്ന് സമയമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ലഞ്ച് എല്ലാം കഴിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ചായയും കുടിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ശേഷം അരമണിക്കൂറിൽ എല്ലാവരും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. 2 മണി ആയപ്പോൾ ലഞ്ച് കഴിച്ചു. പിന്നെ എല്ലാവരും 3:30 ആയപ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പൊ ചായയും കുടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എങ്ങോട്ടാണ് ഇറങ്ങുന്നതെന്ന് അറിയാവോ? ഞങ്ങൾ നേരെ പോകുന്നത് കരുനാഗപ്പള്ളിക്കാണ്. അപ്പൊ ഞാനും ഇക്കായും ഉമ്മായും അക്കും അമ്മും മാത്രമേ ഉള്ളൂ. കിച്ചുവും ജിജോയും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ആറാട്ടുപുഴ വഴിയാണ് പോകുന്നത്. കാരണം നമ്മുടെ ഇവിടെ ജങ്കാറായത് കാരണം അത് ക്രോസ് ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. അപ്പൊ പാലം ഇതുവരെ പണി തീർന്നിട്ടില്ല. അത് കാരണമാണ് ഞങ്ങൾ ഈ പടിഞ്ഞാറ് വശത്തൂടെ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കടൽ തീരത്തൂടെ പോകുമ്പോൾ നല്ല ഭംഗിയല്ലേ, മനോഹരമായ കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോ ഇതുവഴിയാണ് പോകാറുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് എവിടെയാണെന്നറിയാം? സുറുമ ഡിസൈനിലോട്ടാണ് പോകുന്നത് കേട്ടോ. സുറുമ എല്ലാവർക്കും അറിയത്തില്ലേ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ട് 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 എനിക്കിപ്പോ സുറുമായി പോകാനായിട്ട് അങ്ങ് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ നേരിട്ട് പോകാന്ന് വെച്ചത്. എപ്പോഴും ഞാൻ ഓൺലൈൻ പർച്ചേസ് ആണ് ചെയ്യുന്നത് സുറുമായി കൂടെ തന്നെ. അപ്പൊ നേരിട്ട് പോയി വാങ്ങിക്കാന്ന് വിചാരിച്ചു പോയി. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മൂനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ ഉമ്മായി ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മായി അവിടെ ഒരിടത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി ഇങ്ങനെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഞാൻ എനിക്കും അമ്മൂനും വേണ്ടതെല്ലാം കുറേ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അക്കൂട്ടന് വേണ്ടതൊക്കെ എടുത്തു. പിന്നെ ഇക്കായ്ക്ക് ഇവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അത് കാരണം ഇക്ക ഒന്നും എടുത്തിട്ടില്ലേ. അപ്പൊ ഞങ്ങൾ അതിനുശേഷം ഈ ചുരിദാറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറേ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ. നമുക്ക് ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയി പോകും. അങ്ങനെ പിന്നെ ഉമ്മായിക്ക് ഫർദ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉമ്മായിക്ക് 2-3 ഫർദ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മായിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫർദ ഒക്കെ. അങ്ങനെ ഞങ്ങൾ ഫർദ 2 സെലക്ട് ചെയ്ത് 2 എടുത്തു. അങ്ങനെ ഞാനും അക്കും അമ്മും കൂടെ കണ്ണാടി ക്ലാസ്സിൽ കൂടെ മിറർ ഉണ്ടായിരുന്നേ. അപ്പൊ അവിടുന്ന് ഞങ്ങൾ കുറേ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ജസ്റ്റ് വീഡിയോ ഒക്കെ, അതൊക്കെ പിള്ളേർക്ക് ഒരു എൻജോയ്മെന്റ്, എനിക്കും ഒരു എൻജോയ്മെന്റ്. അതിനുശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുറേ നേരം നിന്ന് എടുത്ത് അങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണി 9 മണി എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ വന്ന് അവിടെ 8 മണിക്ക് നിൽക്കാൻ തുടങ്ങി. ഞങ്ങൾ 9:30 വരെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം ബില്ല് പേ ചെയ്തെടുത്ത് ഭയങ്കര പാടാണ് അവർ തരാൻ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് അവിടെ ചെന്നിട്ട് ദേഷ്യം വന്നിട്ട്. അവിടുന്ന് ഒരു 5-6 കൗണ്ടർ ഇങ്ങനെ ഓടി ഓടി നടക്കും. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. ഇത് ഓച്ചിറ അമ്പലമാണ്. അപ്പൊ അവിടെ ഓച്ചിറക്കളി നടന്നുകൊണ്ടിരുന്ന ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കാരണം ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് വരികയാണ്. അപ്പൊ അതൊക്കെ അവിടെ നിർത്തിയിട്ടത് കാരണം എനിക്ക് ഇതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരും അതേപോലെ ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല മനോഹരമായ വെളിച്ചവും വെട്ടവും ഒക്കെ, അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ, അതും രാത്രിയില്. അപ്പൊ അതൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ഇടയ്ക്കൊന്നും എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ളതാണ്, നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് എടുക്കുമ്പോൾ എൻ്റെ എന്താണ് പറയുന്നത്, നമ്മുടെ ഫാമിലിയിലുള്ളവർക്കാണെങ്കിൽ എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒത്തിരി വീഡിയോ ആകുമ്പോൾ ബോറടിക്കത്തില്ലേ. അപ്പൊ അത് കാരണമാണ് വീഡിയോ ചെറുതായിട്ട് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.